Hi friends, welcome back to another video. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചിക്കൻ ഷവർമയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും ലൈക്കും കമന്റും ഷെയറും ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തു വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. ഇത് ബോൺലെസ് പീസസ് ആണ്. അപ്പോൾ ഇത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരും 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ മാറ്റി വെക്കുക. ഇപ്പോൾ ഇത് അരമണിക്കൂറിന് ശേഷം ഇത് നല്ലപോലെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനൊരു പാൻ ചൂടാക്കി ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ പീസസ് ഒക്കെ ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുത്ത് മൂടി വെച്ചിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാനിത് ചിക്കൻ പീസസ് ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് ക്യാരറ്റ്, അതുപോലെ ക്യാബേജ് 1 കപ്പ്, 1 കപ്പ് കുക്കുംബർ ഇവയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ഞാനിവിടെ നീളത്തിൽ കനം കുറച്ചാണ് കേട്ടോ അരിഞ്ഞത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1/4 ടീസ്പൂണ് ഉപ്പും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മയോനീസും 2 ടേബിൾ സ്പൂൺ കെച്ചപ്പും ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ഹോം മെയ്ഡ് കെച്ചപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കാണുക. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ട് കുബൂസ് ഇതുപോലെ കുറച്ച് സൈഡ് പുറത്തേക്ക് ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ കുബൂസ് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അതിൽ കയറി കാണട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൈനസും കെച്ചപ്പും തേച്ച് കൊടുക്കാം. ഇനി നമ്മുടെ ഫില്ലിങ് ആവശ്യത്തിനനുസരിച്ച് വെച്ച് കൊടുക്കുക. ഇനി ഇതുപോലെ കുബൂസിനെ 2 സൈഡും മടക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതുപോലെ ബട്ടർ പേപ്പർ ഒന്ന് മടക്കി എടുക്കാം. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് നല്ലപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായി പിന്നീട് കാണാം. അസ്സലാമു അലൈക്കും.